ഓക്കെ വരും. ഏറ്റവും ബഹുമാനം ആദരവ് നിറഞ്ഞ ഈ നാട്ടിലെ കത്തി ബഹുമാനപ്പെട്ട സംസ്കൃതിൻ്റെ ഉസ്താദ്, അതേപോലെ തന്നെ ജനറൽ സെക്രട്ടറി സാദിഖ് സാഹിബ്, അതേപോലെ തന്നെ എസ്.എസ്.എഫിൻ്റെ പ്രസിഡന്റ് ഇസ്മായിൽ സാഹിബ്, സുലൈമാൻ സാഹിബ്, അതേപോലെ മറ്റു എസ്.എസ്.എഫിൻ്റെ പ്രവർത്തകരെ, വേറെ ഉത്തർത്ത ശാഖയിലെ എസ്.എസ്.എഫിൻ്റെയും അതേപോലെ തന്നെ ജമാഅത്ത് കമ്മിറ്റിയുടെയും പ്രവർത്തകർ. ഇങ്ങനൊരു ക്യാമ്പയിൻ ഇങ്ങനത്തെ സമയത്ത് ഇവിടെ എത്തിച്ചേരാനുള്ള കാരണം കർണാടകയിൽ തന്നെ ആദ്യമായി സമസ്ത നേരിട്ട് നടത്തുന്ന സിലബസായ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കുന്ന ഒരു കോളേജ്, ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടിയ ഒരു കോളേജ് തുല്യ താലൂക്കിലെ അജാവരിയിൽ വരാൻ പോവുകയാണ്, നിർമ്മിക്കാൻ പോവുകയാണ്. അതിൻ്റെ കുറ്റിയടിക്കൽ കടന്നു ബഹുമാനപ്പെട്ട സീറ്റുകളുടെ ഡിഗ്രി കിട്ടിപ്പോയ 16-ാം തീയതി. ആ ഒരു സ്ഥാപനം നമ്മുടെ കർണാടകയെ സംബന്ധിച്ചിടത്തോളം കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമസ്തയുടെ പ്രവർത്തനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കർണാടക. എന്നിട്ട് പോലും നമ്മുടെ പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാൻ ഇത്രയേറെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനെങ്കിൽ മറ്റുള്ള സംഘടനയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ആശയക്കാരുടെയോ സ്ഥാപനത്തിലേക്ക് ചേർന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥാവിശേഷമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് അറിവ് തരണമെന്നുള്ള ഏക ഉദ്ദേശത്തോടു കൂടെയാണ് ഇങ്ങനെയൊരു പദ്ധതി മഹാന്മാരായ സമസ്തയുടെ ഉലമാക്കളുമായി അവിടെ നമ്മളിങ്ങനെ ചെന്ന് പറയുകയും SNS എന്ന സമസ്തയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ മേലാധികാരികളുമായി സംസാരിച്ചപ്പോൾ അവർ വളരെ സന്തോഷത്തോടുകൂടെ ഇതിനെ സ്വീകരിക്കുകയും വളരെ പെട്ടെന്ന് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറയുകയും പൊതുവെ ബിൽഡിങ്ങൊക്കെ സജ്ജീകരിച്ചുകൊണ്ട് അംഗീകാരം കൊടുക്കുന്ന SNEC കർണാടകയിൽ ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തുടങ്ങുക, SNECയുടെ പേരിൽ തന്നെ തുടങ്ങുക എന്നുള്ളൊരു അംഗീകാരം തരുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളമ്മ അതിൻ്റെ കുറ്റിയേൽക്കുക. നമുക്കറിയാം, പെൺകുട്ടികളുടെ സ്ഥാപനമാകുമ്പോൾ അതിന് സുരക്ഷമായൊരു ക്യാമ്പസ് ആവശ്യമാണ്. ആൺകുട്ടികൾ പഠിക്കുന്നത് പോലെ പെൺകുട്ടികൾക്ക് എങ്ങനെയെല്ലാം താമസിച്ച് പഠിക്കാൻ പറ്റും, സുരക്ഷിതമായ ക്യാമ്പസാണ്. അപ്പോൾ സമസ്ത നിർദ്ദേശിക്കുന്ന SNEC നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ക്യാമ്പസ് ഒരു വിശാലമായ ക്യാമ്പസ്, ഏകദേശം 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വലിയൊരു ക്യാമ്പസാണ് അവിടെ വരാൻ പോകുന്നത്. 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഹോസ്റ്റലും അതേപോലെ തന്നെ ഓഡിറ്റോറിയം, ക്ലാസ് റൂം അടക്കം ഒരു വലിയൊരു ക്യാമ്പസാണ് അവിടെ വരാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഏകദേശം 3 കോടിയുടെ ചെലവുള്ള ഈ ഒരു പദ്ധതി വിജയിപ്പിക്കണമെങ്കിൽ കർണാടകയിലെ ഓരോരുത്തരും ഇതിന് സഹകരിച്ചേക്കും. കാരണം ഇത് അജാവരത്ത് നടക്കുന്നതെന്ന് പറഞ്ഞ് അജാവരയിലും തുള്ളിയുള്ള പ്രദേശക്കാർക്ക് മാത്രം ഉപകാരപ്പെടുന്ന സ്ഥാപനമല്ല. ഇത് കർണാടകയിലെ ഏത് പ്രദേശത്തു നിന്നുള്ള വിദ്യാർത്ഥിനികൾക്കും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം, വന്നു പോകുന്ന സൗകര്യമല്ല അവിടെ കൊടുക്കുന്നത്, താമസിച്ച് പഠിക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ നമ്മുടെ സിലബസിൽ സമസ്ത നേതൃത്വം നൽകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ ഒരു വലിയൊരു സംരംഭം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ മഹല്ലുകാർ നിങ്ങൾ ഈ ഒരു സംരംഭത്തെ നെഞ്ചോട് വെച്ച് സ്നേഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈസി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ, അതേപോലെ തന്നെ ഈ മഹല്ലത്തിൻ്റെ ജനറൽ സെക്രട്ടറി സാദിഖ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ, അതേപോലെ SSFിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ സുലൈമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അള്ളാഹു ഈ ഒരു സ്നേഹം മഹാന്മാരായ സമസ്തയുടെ ഉലമാക്കളുടെ മദദ് ഇപ്പോൾ ലഭിക്കുന്നതിൻ്റെ ഒരു കാരണമായി അള്ളാഹു കൂട്ടുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ സജീവമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനുമായി എല്ലാ മഹല്ലുകളിലേക്കും ചെന്നുകൊണ്ട് ഈ ഒരു സന്ദേശം എത്തിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ആ മഹല്ലിൽ കുറച്ചാളാണ് ഉണ്ടാവുക, കാരണം നമ്മൾ പോകുന്ന സമയത്ത് ആൾക്കാർ കൂടും. എങ്കിലും ഇങ്ങനെയൊരു വീഡിയോ വഴി, അതേപോലെ തന്നെ ഇങ്ങനെയൊരു ഫോട്ടോ വഴി നിങ്ങളുടെ മഹല്ലത്തെ ഗ്രൂപ്പുകളിൽ, SSFിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ഒരു മെസ്സേജ് എത്തുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം നടക്കുന്ന ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാവുകയും
അതുമായിട്ട് നിങ്ങളുടെ നാട്ടുകാർ സഹകരിക്കുക എന്നുള്ള ഒരു ഏക ഉദ്ദേശത്തോടു കൂടെയാണ് ഇങ്ങനെ യാത്ര ബഹുമാനപ്പെട്ട ഇതിന്റെ ചെയർമാൻ അൻവർ വികാരി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പരിപൂർണമായും സഹകരിച്ചുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സ്ക്വയർ ഫീറ്റിന് എഞ്ചിനീയർ പറയുന്ന കണക്ക് 1500 രൂപയാണ്. 1500 രൂപ ഒരു വലിയൊരു സംരംഭത്തിനാണ്. നമ്മൾ ഒരുപാട് ആൺകുട്ടികൾക്ക് പഠിക്കാൻ സ്ഥാപനമുണ്ട്, പക്ഷെ പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാൻ ഇവിടെ സ്ഥാപനമില്ല. നമ്മളൊരു സ്ഥാപനത്തിന് മുകളിൽ സ്ഥാപനം ഉണ്ടാക്കുന്നതല്ല, ഇതൊരു ആവശ്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് നമ്മൾ മുന്നിട്ടിറങ്ങുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ചേർന്നുകൊണ്ട് ഈ ഒരു സ്ഥാപനം എത്രയും പെട്ടെന്ന് സമസ്തക്ക് അഭിമാനമായിട്ട് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സംരംഭം നമുക്ക് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി 1500 രൂപ ഇതിന്റെ വ്യത്യാസത്തിന്റെ ഭാരവാഹികളൊക്കെ സഹകരിച്ചാൽ ഈ നാട്ടിൽ നിന്ന് ഒരു നല്ലൊരു സ്ക്വയർ ഫീറ്റ് ഞങ്ങൾക്ക് സ്വരൂപിച്ച് തന്നാൽ, ഇത് സമസ്തയുടെ ഒരു സംരംഭമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതെന്നും ഞങ്ങൾ ഈ നാട്ടിനെ ഓർമ്മിക്കുന്ന ഒരു സംരംഭമായി, ഒരു സഹകരണമായി അത് ഞങ്ങൾ കണക്ക് കൂട്ടും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ വന്ന് ഞങ്ങളിവിടെ ക്യാമ്പയിൻ നടത്തി ഈ ഒരു ഒരുക്കങ്ങൾ തന്നത് നിങ്ങളോടുള്ള കടപ്പാട് ഏറെയുണ്ട് എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ബഹുമാനപ്പെട്ട ഉസ്താദ് ജമാഅത്ത് കമ്മിറ്റി ഇതിന്റെ ഗൗരവം വളരെ കൃത്യമായിട്ട് പള്ളിയിലൊക്കെ പറയുമെന്നുള്ള പരിപൂർണ്ണ ബോധം ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം മനസ്സിലാക്കി ഈ നാട്ടുകാർ നല്ലൊരു സ്ക്വയർ ഫീറ്റുമായി ഇൻഷാ അല്ലാഹ് ഞങ്ങളിലേക്ക് അത് ഏൽപ്പിക്കണം. മാത്രവുമല്ല ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ വൈദ്യ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഈ ജമാഅത്ത് കമ്മിറ്റിയും അതേപോലെ തന്നെ എസ്കേഎസ്എഫിന്റെ പ്രവർത്തകരൊക്കെ ആ സ്ഥലം ഒന്ന് സന്ദർശിച്ച് ഇതിന്റെ ഒരു ഭാഗവും കൂടി നിങ്ങളും കൂടി ആകണമെന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരിപൂർണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കി തന്നതിന് ഹൃദയംഗമായ നന്ദിയും കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ഒരുമിച്ച് കൂടുതൽ നാളെ ആഖിറലോകത്തിലേക്ക് ഉപകാരപ്പെടുന്നത് ഒരുമിച്ച് കൂടുതലാക്കി മാറ്റുമാറാവട്ടെ. ഈ പള്ളിയുടെ ചുറ്റുപാട് മറപ്പെടുന്ന കബറാളികൾക്ക് നമ്മൾ ചെയ്യുന്ന നന്മയുടെ നിശ്ചിത സവാബ് അള്ളാഹു തിരിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ സമസ്തയുടെ ഉലമാക്കളുടെ മതം ഹിഫ്ള് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളിക്കൊക്കെ മുൻകാലത്ത് കഷ്ടപ്പെട്ട് മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷിച്ചു കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.